ആശങ്കകൾ കാറ്റിൽ പറത്തി മുംബൈയുടെ മുൻനായകൻ IPL-ന്. രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് ട്രെയിനിംഗ് ക്യാമ്പിൽ ജോയിൻ ചെയ്തു. ക്യാപ്റ്റൻസി വിവാദത്തിന് ശേഷം രോഹിത് IPL-ൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പ്രചരണമുണ്ടായിരുന്നു. അവസാന ടെസ്റ്റിലെ ഇഞ്ചുറിയെ ഇതുമായി പലരും കണക്റ്റും ചെയ്തു. എന്നാൽ അതൊക്കെ തകർത്തുകൊണ്ടായിരുന്നു തിങ്കളാഴ്ച രോഹിത് എത്തിയത്. താരത്തിന്റെ ആരാധകരും വളരെ ആവേശത്തിലാണ്. രോഹിത്തും മുംബൈയും തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കത്തിന് കാത്തിരുന്ന എതിരാളികൾ നിരാശയിലും. എന്നാൽ എന്തുകൊണ്ടാണ് രോഹിത്തിനെ മാറ്റിയത് എന്നതിനെക്കുറിച്ച് ഇന്നും മുംബൈക്ക് ഉത്തരമില്ല. കോച്ച് മാർക്ക് ബൗച്ചറും ക്യാപ്റ്റൻ ഹാർദിക്കും ഒരുമിച്ച് ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. യാതൊരു പ്രതികരണവും ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബൗച്ചർ നൽകിയില്ല. എന്നാൽ സീസൺ മുഴുവൻ തന്റെ കൂടെ രോഹിത് ഉണ്ടാകുമെന്ന് ഹാർദിക് പാണ്ഡ്യ പറഞ്ഞു. എന്നെ സഹായിക്കാൻ രോഹിത് എപ്പോഴും ഉണ്ടാകും. ഒന്നും മാറുന്നില്ല. ഈ ടീം എല്ലാം നേടിയത് രോഹിത്തിന് കീഴിലാണ്. അത് തുടരേണ്ട ജോലി മാത്രമാണ് തനിക്കുള്ളത്. 10 വർഷങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് കളിക്കുന്നു. തന്റെ കരിയർ മുഴുവൻ രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിലായിരുന്നു, ഹാർദിക് പാണ്ഡ്യ പറഞ്ഞു. അല്പം വൈകിയാണെങ്കിലും മുംബൈ ക്യാമ്പ് ഫുൾ സ്വിംഗിൽ പ്രാക്ടീസിലാണ്. തിലക് വർമ്മ, ജെറാൾ കോട്സി, ഡിവാൾ ബ്രേവിസ്, ടിം ഡേവിഡ് തുടങ്ങിയവരൊക്കെ നെറ്റ്സിലുണ്ട്. കിഷനും ഹാർദിക്കും വളരെ നേരത്തെ എത്തിയിരുന്നു. മാർച്ച് 24-ന് ഗുജറാത്തിനെതിരെയാണ് സീസണിലെ മുംബൈയുടെ ആദ്യ മത്സരം. GTക്കെതിരെ ഹാർദിക് ഇറങ്ങുമ്പോൾ ആവേശവും കൂടും. പാണ്ഡ്യ പോയതിനു പിന്നാലെ മുഹമ്മദ് ഷമിയുടെ പരിക്കും GTക്ക് തിരിച്ചടിയായിരുന്നു. യുവതാരം ശുഭ്മൻ ഗില്ലാണ് അവരുടെ പുതിയ ക്യാപ്റ്റൻ. മാർച്ച് 22-നാണ് IPL 2024-ന് തുടക്കം കുറിക്കുന്നത്. ചെന്നൈയിൽ വെച്ച് CSK RCBയെ നേരിടും. ഒരിടവേളയ്ക്ക് ശേഷം വിരാട് കോഹ്ലി ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. RCB ക്യാമ്പിൽ കോഹ്ലിയും ജോയിൻ ചെയ്തു. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.